നമസ്കാരം. കണ്ണൂരിലെ CPI നേതാക്കളുടെ അഴിമതിയും തട്ടിപ്പുമായൊക്കെ ബന്ധപ്പെട്ട് ഇതിനോടകം നിരവധി കാര്യങ്ങൾ പുറത്തുവിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം ഇന്ന് കണ്ണൂരിൽ പ്രകാശനം ചെയ്യുകയാണ്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. മുൻ മുഖ്യമന്ത്രി വി. സച്ചിദാനന്ദൻ്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് C. മാത്യു ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. പ്രൊഫസർ MN വിജയൻ്റെ മകൻ ആണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. വലിയ തോതിലുള്ള വിവാദമാണ് നേരത്തെ കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ട കാര്യങ്ങളുമായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് കണ്ണൂരിലെ പാർട്ടിയുടെ രക്ഷാക്ഷയ ധൻരാജിൻ്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച പണം പല നേതാക്കളും ചേർന്ന് അടിച്ചു മാറ്റി എന്നായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പല നേതാക്കളുടെയും പേര് വെളിപ്പെടുത്തിയിരുന്നു. പയ്യന്നൂർ MLA ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അദ്ദേഹം പുറത്തു പറഞ്ഞിരുന്നു. ഇതൊക്കെ തന്നെ CPM നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അനുമതിയോടുകൂടി വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അദ്ദേഹത്തെ കോടാലി കൈയെന്ന് വരെ പാർട്ടി നേതൃത്വം വിശേഷിപ്പിക്കുകയുണ്ടായി. നാട്ടുകാരിൽ നിന്ന് പിരിച്ച ഫണ്ട് പിരിവിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടണമെന്ന് വി കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടപ്പോൾ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് പറഞ്ഞത് ഇത് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു. അതേസമയം പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം തിരുത്തുകയും കണക്ക് പുറത്തുവിടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട MV ഗോവിന്ദൻ ഈ വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വല്ലാതെ പ്രകോപിതനായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മനസ്സില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അതിൽ തങ്ങൾ അവഹേളിക്കുന്ന രീതിയിൽ CPMനെ അവമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പരാമർശങ്ങളുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്നുവരെ അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. സാധാരണഗതിയിൽ വളരെ സൗമ്യനായി കാണപ്പെടുന്ന MV ഗോവിന്ദൻ പോലും വി കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം ചോദിച്ചപ്പോൾ വല്ലാതെ ദേഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാർട്ടി അണികൾ എല്ലാ കാലത്തും പാർട്ടിയോട് അമിതമായ വിധേയത്വം പുലർത്തുന്നവരായിരുന്നു എന്നുള്ളതും അത് മറക്കാനാവാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ജില്ലയിൽ ഒരു നേതാവ് ഇത്തരത്തിൽ പരസ്യമായി പാർട്ടിക്കെതിരെ രംഗത്തെത്തുക എന്ന് പറയുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും K. സുധാകരന് വലിയ തോതിൽ ലീഡ് നേടാൻ കഴിഞ്ഞത് CPM നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ദീർഘകാലത്തെ വളരെ വലിയ നേതാവായിരുന്ന പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ ഈ വെളിപ്പെടുത്തലുമായി പുറത്തെത്തുന്നത്. മാത്രമല്ല, വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് കണ്ണൂരിൽ ഇപ്പോൾ നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി അണികളെ രംഗത്തെത്തിയിരുന്നു. ഇന്ന് നടക്കുന്ന പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ കോടതിയെ സമീപിക്കുകയും അതനുസരിച്ച് പോലീസ് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ആരൊക്കെയായിരിക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു കാര്യം. പാർട്ടിയിലെ അണികളെല്ലാം തന്നെ തങ്ങളുടെ ഭാഗത്താണ് എന്ന് CPM നേതൃത്വം വാദിക്കുമ്പോഴും വി കുഞ്ഞികൃഷ്ണനൊപ്പം വലിയ തോതിലുള്ള അണികൾ ഉണ്ട്. പയ്യന്നൂർ മേഖലയിൽ പല ലോക്കൽ കമ്മിറ്റികളും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി എന്നുള്ള നിലപാട് പോലും പാർട്ടി കമ്മിറ്റികൾ സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവരിൽ എത്ര പേരെന്ന് പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. CPM ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയാണെങ്കിൽ അവരുടെ എല്ലാം പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒരു കാലത്ത് കണ്ണൂരിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സായിരുന്ന MV രാഘവൻ പാർട്ടി വിട്ട ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം കണ്ണൂരിലെങ്ങും തന്നെ വ്യാപകമായിരുന്നു. MV രാഘവൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുവരോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കടയിൽ കയറി ചായ കുടിച്ചവരുടെ പേരിൽ പോലും പണ്ട് നടപടിയെടുത്ത പാർട്ടിയാണ് CPM. ഈ ഒരു സാഹചര്യത്തിൽ വി കുഞ്ഞികൃഷ്ണനോടൊപ്പം പാർട്ടിയിലെ അണികളും നേതാക്കളും എത്ര പേരുണ്ടാകും എന്ന് തന്നെയാണ് അവർ നോക്കുന്നത്. വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ നേരത്തെ ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് മാധ്യമങ്ങളെ കണ്ട വി കുഞ്ഞികൃഷ്ണനും ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിലെ നേതാക്കന്മാരുടെ തട്ടിപ്പുകളെ അഴിമതിയും അവരുടെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചൊക്കെ തന്നെ പരാമർശിച്ചിരുന്നു. EP ജയരാജൻ്റെ റിസോർട്ടിനെ കുറിച്ച് താൻ ജില്ലാ കമ്മിറ്റി പരാമർശിച്ചിരുന്നു. അതുപോലെ കണ്ണൂർ ജില്ലയിലെ പല നേതാക്കളുടെ അവിഹിത സമ്പാദ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ താൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറയുമ്പോഴൊക്കെ തന്നെ അവമാനിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചതെന്ന് അതെല്ലാം തള്ളിക്കളയായിരുന്നു എന്നുമൊക്കെ അന്ന് കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ പുസ്തക പ്രകാശനം CPMന് വളരെ നിർണായകമാണ്. കാരണം ആരൊക്കെ ഇതിൽ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും CPM നോക്കുന്നത്. കണ്ണൂരിലെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ജില്ലാ കമ്മിറ്റി അംഗമെന്ന് പറയുമ്പോൾ CPMൽ വലിയ പദവിയിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ആണ് പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് അവിടുത്തെ അതിൻ്റെ പല രഹസ്യങ്ങളും അല്ലെങ്കിൽ പല തട്ടിപ്പുകളും ഒക്കെ തന്നെ പുറത്തു വരുത്തിക്കൊണ്ടുള്ള ഈ ഒരു പുസ്തകം പുറത്തിറക്കുന്നത് എന്നുള്ളത് CPMന് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ അടിയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 1-2 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ പുസ്തകം കൂടി പുറത്തു വരുന്നത് തങ്ങൾക്കേറെ ദോഷം ചെയ്യുമെന്നാണ് CPM നേതൃത്വവും കരുതുന്നത്.